കാസർഗോഡ് നിന്നും സപ്തഭാഷാ സംഗമഭൂമിയിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്നുമാണ് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കാസർഗോഡിന്റെ രാഷ്ട്രീയ മനസ്സിലെന്ത് നമ്മൾ ആരംഭിക്കുന്നു. ഇലക്ഷൻ സ്പെഷ്യൽ റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കാഞ്ഞങ്ങാട് നിന്നും സ്വാഗതം. സപ്തഭാഷാ സംഗമഭൂമിയാണ് കാസർഗോഡ്. അതേപോലെ കാസർഗോഡിന്റെ ഉറച്ച വോട്ടുകോട്ടകളെ നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ കാസർഗോഡിന്റെ മനസ്സൊന്നിളകണം. ഇത്തവണ മനസ്സൊന്നിളകിയോ? കഴിഞ്ഞ തവണ ഇളകി, ഇടതിന്റെ കോട്ട ഉടഞ്ഞു. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കാസർഗോഡിന്റെ ഉണ്ണിച്ചയാണ് പിന്നീട് ഇത്തവണയും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഉണ്ണിച്ച വിജയിക്കുമോ? മറുഭാഗത്ത് ഇതാ എത്തുന്നു MV ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ മാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടതിന്റെ കരുത്തരായ സ്ഥാനാർത്ഥി, അതും CPM-ന്റെ ജില്ലാ സെക്രട്ടറി. NDAയുടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അശ്വിനിയാണ്, അശ്വിനി ടീച്ചറാണ് കാസർഗോഡിന്റെ മനമടക്കാൻ എത്തുന്നത്. ഈ 3 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമ്പോൾ, ചിത്രം തെളിയുമ്പോൾ, ഔദ്യോഗികമായി രാജ്മോഹൻ ഉണ്ണിത്താനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏറെക്കുറെ നിശ്ചയമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുക. എന്തായിരിക്കും കാസർഗോഡിന്റെ രാഷ്ട്രീയ മനസ്സിലുള്ളത്? രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായ വികാരമോ, അതല്ല MV ബാലകൃഷ്ണൻ അനുകൂലമായ വികാരമോ, അതോ നരേന്ദ്രമോദിക്ക് അനുകൂലമായ വികാരമോ? ഇതിനപ്പുറം മറ്റു വികാരങ്ങളുണ്ടോ? നമ്മൾ ചർച്ച ആരംഭിക്കുന്നു. അതിഥികളായി നമുക്കൊപ്പം CPM-ൽ നിന്നും VPP മുസ്തഫ, കോൺഗ്രസിൽ നിന്നും നമുക്കൊപ്പം ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ഒപ്പം തന്നെ ശ്രീകാന്ത്, അഡ്വക്കേറ്റ് K ശ്രീകാന്ത് BJP പ്രതിനിധീകരിച്ച്, ഒപ്പം സാമൂഹ്യ പ്രവർത്തക ദയാബായിയും നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം VPP മുസ്തഫയിലേക്ക്. VPP മുസ്തഫ, സർക്കാർ ജീവനക്കാർക്ക് ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടക്കിയ സർക്കാർ എന്ന പേരുദോഷം ഇന്നും ഈ സർക്കാർ കേൾക്കുന്നു. പെൻഷൻ 7 മാസമായി മുടങ്ങിയിരിക്കുന്നു. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. കാസർകോട്ടെ ജനങ്ങൾ എന്തുകൊണ്ട് LDF-ന് വേണ്ടി വിധി എഴുതണം? എന്തുകൊണ്ട് ബാലകൃഷ്ണൻ മാഷിന് വിധി എഴുതണം? സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആദ്യമായിട്ട് മുടങ്ങി എന്നുള്ളത് ശരിയല്ലാത്തൊരു വസ്തുതയാണ്. 2001-2006 കാലത്ത് ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഫെബ്രുവരിയിലെ ശമ്പളം മാർച്ച് 15-ലേക്കും മാർച്ചിലെ ശമ്പളം ഏപ്രിൽ 15-ലേക്കും എല്ലാം ഡെഫർ ചെയ്ത അനുഭവം, നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിട്ട് തന്നെ മാറ്റിവെച്ച അനുഭവം കേരളത്തിലുണ്ട്. ഇപ്പോഴും സർക്കാർ ശമ്പളം മുടങ്ങിയിരുന്നില്ല. ട്രഷറിയിൽ പോയി മാർച്ച് 1-ാം തീയതി വാങ്ങിക്കുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കും അന്ന് അവരുടെ അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ട്രഷറി അക്കൌണ്ടിൽ വരികയും പിന്നീട് നാഷണലൈസ്ഡോ അല്ലെങ്കിൽ മറ്റോ ആയ അവരുടെ മറ്റ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാറ്റുന്നതിനുണ്ടായ സാങ്കേതികമായ തടസ്സം മാത്രമാണ് പ്രയാസമുണ്ടായത്. മുടങ്ങിയിരുന്നുവെങ്കിൽ, ആകെ ശമ്പളം മുടങ്ങിയിരുന്നുവെങ്കിൽ ട്രഷറിയിൽ നേരിട്ട് പോയ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അത് കിട്ടുമായിരുന്നില്ല. പക്ഷെ അന്ന് പോയവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. 1-ാം തീയതിയും കിട്ടിയിട്ടുണ്ട്, 2-ാം തീയതിയും കിട്ടിയിട്ടുണ്ട്, 3-ാം തീയതി ഞായറാഴ്ച അവധിയായിരുന്നു. ഇന്ന് തൊട്ട് എല്ലാവർക്കും കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, അതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ആണ്. അത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമല്ല. അവരുമായി ബന്ധപ്പെട്ട് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് ഇന്നു മുതൽ സാധാരണ ബാങ്ക് അക്കൌണ്ടുകളിലും ശമ്പളം വാങ്ങിക്കുന്നവർക്കും പെൻഷൻ വാങ്ങിക്കുന്നവർക്കും അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് വോട്ടർമാർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ഒരു ശക്തമായിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരം അടിത്തട്ടിലുണ്ട് എന്നതാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ആ സർവേ പലതും നമുക്കറിയാലോ എങ്ങനെയാണ് എന്നുള്ളത്. നടന്നൊരു നല്ല ജനകീയ സർവേ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഏതാണ്ട് 23 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡ് എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരു മണ്ഡലത്തിന്റെ, അസംബ്ലി മണ്ഡലത്തിന്റെ മിനി വാരണാസിയായിരുന്നു. അതെ മിനി വാരണാസി അല്ല, നമ്മുടെ ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ നല്ലൊരു ശതമാനം വോട്ട് വരുന്നതാണ്. അത്രയും വരുന്ന സ്ഥലങ്ങളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ അതൊരു നല്ല ജനകീയ സർവേയാണ്. ജനങ്ങൾ നേരിട്ട് വിധി എഴുതുകയാണ്. ആ വിധിയിൽ നേരത്തെ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പേ 5 സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇടതുപക്ഷം 10 സീറ്റിലേക്ക് അതിന്റെ സീറ്റിന്റെ എണ്ണം വർദ്ധിച്ചു. വലിയ മുന്നേറ്റമാണ് നടത്തിയത്. BJP-യുടെയും UDF-ന്റെയും സിറ്റിംഗ് വാർഡുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ആ മുന്നേറ്റം നടത്തിയിട്ടുള്ളത്. പ്രചരണം താഴെത്തട്ടിലേക്കുന്നില്ല എന്നാണോ? അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലുള്ള ട്രസ്റ്റ്, വിശ്വാസം അത് അതിശക്തമായി ജനങ്ങൾക്കുണ്ട്. മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും പ്രചരണം ജനങ്ങളെ ഏശുന്നില്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, CPM-ന്റെ സ്ഥാനാർത്ഥികൾ ആകെ വന്നാൽ 19 പേരാണ് ഇന്ത്യയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്രത്തിലേക്ക് അയക്കേണ്ടത് CPM 19 MP-മാരെയാണോ, അതല്ല 543 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ നെടുനായകത്വം വഹിക്കുന്ന കോൺഗ്രസിനെയാണോ എന്ന ചോദ്യമില്ലേ? 2004-ൽ ഇന്ത്യയിൽ ആദ്യമായിട്ട്
ആദ്യമായിട്ട് BJP അധികാരത്തിൽ വന്നത് 98 വാജ്പേയിലൂടെയാണ്. അന്ന് ഇന്ത്യ ഷൈനിങ് ഉൾപ്പെടെ അവകാശപ്പെട്ട വാജ്പേയിയുടെ ഭരണത്തിന് ഗുജറാത്ത് കലാപത്തിനുൾപ്പെടെ നേതൃത്വം കൊടുത്ത ആ ഭരണത്തിന് അന്ത്യം കുറിച്ചത് 2004-ലാണ്. അന്ന് ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഇടതുപക്ഷം പാർലമെന്റിനകത്ത് നിർണായക റോളിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ BJP ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒരു മതനിരപേക്ഷ ഭരണം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പാർലമെന്റിനകത്തെ MP-മാരുടെ എണ്ണം മാത്രം നോക്കിയിട്ടല്ല ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വിലയിരുത്തുന്നത്. അതിന്റെ നിലപാടാണ്, അതിന്റെ ആദർശമാണ് എന്നുള്ളത് 2004 ഇന്ത്യ നോക്കൂ. നരേന്ദ്രമോദി സർക്കാരിന്റെ വർഗീയമായിട്ടുള്ള അജണ്ടകളെ ചെറുക്കാൻ കോൺഗ്രസിലെ MP-മാർ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരവായി ഏറ്റവും ഒടുവിൽ വരുന്നു. ഗുജറാത്തിലെ നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോൾ BJP-യിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ മണ്ഡലത്തിലെ DCC സെക്രട്ടറി BJP സ്ഥാനാർത്ഥിയായിട്ട് തൊട്ടടുത്ത മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ ജനവിധി തേടാൻ പോവുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, അങ്ങ് പാർലമെന്റിൽ എത്തിയാൽ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുന്നത് ആര്? കോൺഗ്രസോ അതോ ആ കോൺഗ്രസ് എന്നുള്ള MP BJP-യിലേക്ക് പോകുമോ എന്ന ആശങ്ക വോട്ടർമാർക്കിടയിലുണ്ടോ? ഏതായാലും മുസ്തഫ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ ഞാൻ ഉത്തരം പറഞ്ഞ് ആരംഭിക്കാം. അദ്ദേഹം സോഫ്റ്റ്വെയറിനെയാണ് കുറ്റം പറഞ്ഞത്. വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സോഫ്റ്റ് മേഖലയിലെ കൺസൾട്ടന്റ് കേരളത്തിൽ ഉണ്ടാകുമ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. എക്സാലോജിക്കും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അപകടം പിണറായി വിജയന്റെ സർക്കാരിന് ഉണ്ടാവാൻ പാടില്ല. കാരണം വീട്ടിൽ തന്നെ ഒരു കൺസൾട്ടന്റ് ഉണ്ടാകുമ്പോ പിന്നെ എന്തിനാണ് നാട്ടിൽ തേടി നടപ്പു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും ശമ്പളം നൽകാൻ കഴിയാത്തതിന് ഒരു അതിവർഷത്തെ പോലും കുറ്റപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സർക്കാർ എന്ന ബഹുമതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തേടി ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുകയാണ്. ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് മാത്രമല്ല, ഏറ്റവും ദുഃഖനിർഭരമായ മാനസികാവസ്ഥയിലാണ് കേരളമാകെ നിൽക്കുന്നത്. ഒരിക്കലും പുറത്ത് മുണ്ടിട്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ക്രൂരമായ മാനസികാവസ്ഥയെ അതുപോലെ തന്നെ ന്യായീകരിക്കാൻ ഒരു സർക്കാരും ആ സർക്കാരിന്റെ സംവിധാനവും മുമ്പോട്ട് വരുമ്പോ സിദ്ധാർത്ഥന്റെ വേദന അനുഭവിക്കുന്ന കുടുംബത്തിന്റെ വേദന ഈ കേരളത്തിലാകെ പ്രചരിച്ചു നിൽക്കുകയാണ്. ആ വേദനയിൽ നിന്നൊന്നും മോക്ഷം നേടാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാസർഗോട്ട് സാധിക്കില്ല. ഇതിനു മുൻപ് 5 വർഷം മുൻപ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കാസർഗോട്ടിന്റെ മണ്ണിൽ വരുമ്പോ സിദ്ധാർത്ഥന്റെ വേദനയേക്കാൾ ഇരട്ടി വേദന ഈ കാസർഗോഡിനുണ്ടായിരുന്നു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും വേദന, ആ ചോര വീണ ഈ മണ്ണ്, സിദ്ധാർത്ഥന്റെ വേദന കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ കാലത്ത് ഒരു തർക്കവും വേണ്ട, കാസർഗോഡിന്റെ മണ്ണ് വിധിയെഴുതും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അപ്പൊ ഒരു സംശയം, അത് വയനാട്ടിലെ ഒരു സിദ്ധാർത്ഥന്റെ വേദന മാത്രമേ കാസർഗോഡിൽ കണക്കാക്കത്തുള്ളൂ. ഇടുക്കിയിൽ പൊളിഞ്ഞ ധീരജിന്റെ മരണം കാസർഗോഡിന് വേദനയാവില്ലേ? തീർച്ചയായിട്ടും നീരജിന്റെ വേദന ഈ കേരളത്തിന്റെ വേദനയാണ്. നീരജിനെ പിറകിൽ നിന്ന് കുത്തിക്കൊന്നത് ആര് എന്ന് തെളിയാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇരുന്നു വാങ്ങിയ മരണം എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് അന്ന് തന്നെ SFIയുടെ സഹപ്രവർത്തകന്മാർ അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. പിള്ളേര് ആൻസർ പറയാൻ രംഗത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? കുത്തിയത് പിറകിൽ നിന്ന് SFIക്കാരനാണെന്ന് പകൽ പോലെ വ്യക്തമായപ്പോഴാണ് ആ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് നീരജിന്റെ വേദനയാണ്, വേദനയാണ്, ശരത് ലാലിന്റെ വേദനയാണ്, സുരേഷിന്റെ വേദനയാണ്. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവാസ്തവം പറയാണ്. താങ്കൾ ചോദിച്ചതുപോലെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഇതെന്ന് വാങ്ങിയ കാരണമാണ് എന്തിനാണ് നീരജ് പൈലി അദ്ദേഹം നിഖിൽ പൈലി ഇപ്പോഴും പ്രതിസ്ഥാനത്താണ്. അരുൺ മുന്നോട്ട് അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ചോദിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ചോദ്യം ഇതാണ് സാർ, വസ്തുതാപരമായി നമ്മൾ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, നോക്കൂ, ബാലകൃഷ്ണൻ പെരിയ ഒരു നിമിഷം, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു നിമിഷം VP മുസ്തഫ, അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു നിമിഷം നോക്കൂ. ബാലകൃഷ്ണൻ പെരിയ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾ പറയുന്നു കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായത് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങളാണ്, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണം ഇത്തവണ കേരളത്തിലുടനീളം തരംഗമായി മാറും, അതും സമ്മതിച്ചു. അങ്ങനെ വന്നാൽ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലല്ലോ എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്ന ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ KPCC പ്രസിഡന്റ്
വിരുന്നു വാങ്ങിയ മരണം എന്ന് പറഞ്ഞത് എന്താണ് സാർ? വ്യക്തിപരമായി ഞാൻ പറയട്ടെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ 24 മണിക്കൂർ തുടർച്ചയായി റേഡിയോ പ്രക്ഷേപണം നടത്തി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നു, കൊലപാതക രാഷ്ട്രീയം അതെവിടെ നടന്നാലും കൊലപാതകമാണ്. നീരജിന്റെ കാര്യത്തിൽ കോൺഗ്രസ് അല്ല വന്നത് പ്രദർശിപ്പിച്ചത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. കോൺഗ്രസ് അല്ല എന്ന് 1000 വട്ടം ആവർത്തിച്ച് പറയാൻ സാധിക്കും. ശരി ശരി ശരി, നമുക്ക് വയലൻസിന്റെ ഭാഷ വരാം. നമുക്ക് വയലൻസിന്റെ ഭാഷ വരാം. ശരി ശരി, ലേഖനമായിട്ട് വന്നത് മണ്ഡലത്തിലേക്ക് വരാം. ആ ലേഖനത്തിലാണ് എനിക്കറിയാം. ആ ലേഖനത്തിലാണ് എനിക്കറിയാം. PCC ഓഫീസിൽ ബോംബ് എന്നിട്ട് ആരാ പറയുന്നത്? ഇത് മുഴുവൻ ഈ കേരളത്തിലെ മുഴുവൻ പറയുന്നത് വെച്ച് സൂക്ഷിക്കുന്ന SFIയുടെ നേതാവാണ്. മട്ടന്നൂർ കോളേജിലെ ബോംബ് വെച്ചിട്ടുണ്ട്. മട്ടന്നൂർ കോളേജിലെ നമ്മുടെ മുന്നിൽ മൂന്നാമത്തെ ഒരാൾ കൂടിയുണ്ട്, അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. ശ്രീകാന്ത്, നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ പോകുന്നത് എന്നാണ് അല്പസമയം മുമ്പ് ഇന്ന് രാവിലെ എന്നോടൊപ്പം സംസാരിച്ച അശ്വിനി പറഞ്ഞത്. അങ്ങനെ നരേന്ദ്രമോദിയുടെ ഇമേജിന് കാസർഗോഡ് ഒരു തരംഗമുണ്ടാക്കാൻ കഴിയും. ഞാൻ മനസ്സിലാക്കുന്നത് 2 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ BJPക്ക് കാസർഗോഡ് മണ്ഡലത്തിലുണ്ട്. അത് നിർണായകമാണ്. ആ 2 ലക്ഷം പിടിച്ചാൽ ആരുടെ വിജയത്തെ ബാധിക്കുമെന്ന ചോദ്യവും പ്രധാനപ്പെട്ടതാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീകാന്ത്? ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിജിയുടെ ഏറ്റവും മികച്ച ഭരണത്തിനുള്ള ജനവിധിയായിരിക്കും കാസർഗോഡ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവരിങ്ങനെ തമ്മിൽ ഇവിടെ അടിക്കുകയാണ്. ഇവിടെ തമ്മിലടിച്ച് ഡൽഹിയിൽ ഒരുമിച്ച് കടക്കാൻ വേണ്ടി പോകുന്ന സ്ഥാനാർത്ഥിക്ക് എന്തിനാണ് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? നിങ്ങൾ പരസ്പരം പഴുവാച്ചാരുന്നത് അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലോ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ചോദ്യം ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കും. പിന്നെന്തിനാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ കശപിശയാക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണോ? നേരത്തെ മുസ്തഫ ഒരു കാര്യം പറഞ്ഞു, 2004 കാര്യം പറഞ്ഞു. ആ 2004 ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഭാരതത്തെ മുടിച്ചിട്ടുള്ളത്. ഇവിടത്തെ ഏറ്റവും വലിയ അഴിമതി നടന്നിട്ടുള്ളത് CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള ജനങ്ങളെ വഞ്ചിച്ച് അധികാരത്തിലെത്തിയിട്ടുള്ള UPA ഭരണകാലത്താണ്. അതുകൊണ്ട് ജനങ്ങൾ ഇത്തവണ നിസ്സംശയമായിട്ട് ഈ കാസർഗോഡിലെ ജനങ്ങൾ വിധിയെഴുതും. ഇത്തവണ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുമെന്ന് പറയുന്നതിൽ ഒരു തർക്കമില്ല. നേരത്തെ മുസ്തഫ പറഞ്ഞു, ഒരുപക്ഷെ ഇവരുടെ അവകാശവാദം അവിടെ നരേന്ദ്രമോദിജിയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് രണ്ടുപേരുടെയും അവകാശവാദം ഉണ്ടാവും. ഞാൻ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, CPM-ന്റെ ഇവിടത്തെ സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്റർ അങ്ങേയറ്റം ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. വ്യക്തിപരമായിട്ട് ഞാൻ ആക്ഷേപിക്കുകയല്ല. അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടത്തെ ചില പ്രതിനിധി സംഘം ഇവിടത്തെ ചില ദേശീയപാതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തുന്ന സമയത്ത് അവിടെ പോവുകയുണ്ടായി. ഈ ബാലകൃഷ്ണൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറിയോടൊന്ന് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചു. ആ സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ പ്രതിനിധി സംഘത്തിനോട് ഒപ്പം പോയി ഒന്ന് മുഖ്യമന്ത്രിയെ സന്ദർശിപ്പിക്കാൻ പോലും കഴിയാത്ത ആളാണോ നരേന്ദ്രമോദിയെ ഇവിടെ നേരിടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇത്രയേറെ രാഷ്ട്രീയം കണ്ട് പ്രവർത്തിക്കുന്ന ഒരാളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് താങ്കളുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു അഭിമുഖം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്, എന്റെ സുഹൃത്താണ്, പക്ഷേ നരേന്ദ്രമോദി വരുന്നത് കൊണ്ട് ഞാൻ ആ കല്യാണത്തിന് പോയില്ല, ഞാൻ ബഹിഷ്കരിച്ചു എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കല്യാണത്തിന് പോലും ബഹിഷ്കരിക്കുന്ന നിലപാട് പറയാം. സ്വന്തം ഒരു എന്താ അറിയോ? അതായത് കൊല്ലത്തുള്ള MP നരേന്ദ്രമോദി വിളിച്ചപ്പോൾ ഉച്ചഭക്ഷണത്തിന് പോയി. എന്നാൽ കാസർഗോഡുള്ള MP നരേന്ദ്രമോദി വിളിച്ചാൽ കല്യാണത്തിന് പോകത്തില്ല. അതൊരു നിലപാടാണ്. ആ നിലപാട് എന്ന് പറയുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയ അന്ധത നിറഞ്ഞതാണ്. അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ സ്വന്തം കുറി മായ്ക്കാൻ പാടില്ലായിരുന്നു. വിശ്വാസത്തിന്റെ കുറി മായ്ച്ച ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നിലപാടാണ് അലർജി. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന രാത്രി 10:30 മണിക്കില്ലാത്ത അലർജി രാവിലെ 10 മണിക്ക് ഈ കാസർഗോഡിന്റെ മണ്ണിലെത്തുമ്പോ എന്തിനാണ് അലർജി വന്നത്? തീവ്രവാദി സംഘടനകളെ വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട ശ്രീകാന്തിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. കാസർഗോഡിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും
5 വർഷം കൊണ്ട് സ്വായത്തമാക്കിയ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ദിവസം ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും കാണാതെ ചൊല്ലുമ്പോ അതിലാദ്യത്തെ ഒരു 12 വരിയെങ്കിലും കാണാതെ ചൊല്ലാൻ ഞാൻ ശ്രീകാന്തിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ ഈ കപട ഹിന്ദുത്വം, നിങ്ങളുടെ ഈ കപട ഹിന്ദുത്വം, ഈ കപട ചോദിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെ വെല്ലുവിളിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം, ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടുള്ള കറുത്ത കുറി ഇട്ടുവരാൻ ധൈര്യമുണ്ടോ കാസർഗോഡ് മണ്ണിൽ എന്ന് പറയാം. കുറിയിടാത്തൊരു നെറ്റിയായിട്ടാണ് ശ്രീകാന്ത് ഇത് പറയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ കുറി കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ RSS കാരനല്ല, കുറി കണ്ടുപിടിച്ചത് ഇന്ത്യയിലെ വിശ്വാസികളാണ്. ആ ഇന്ത്യയിലെ വിശ്വാസികൾ പറയും രാജ്മോഹൻ ഉണ്ണിത്താൻ എപ്പ കുറി തൊടണം, എപ്പ കുറി മായ്ക്കണം. ഇന്ന് ഞങ്ങൾ ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. കുറി വന്നത് RSS ആണ് കൊണ്ടുവന്നത്. മറ്റൊന്നും സംസാരിക്കാനില്ല. കാസർഗോഡ് പറഞ്ഞ കേൾക്ക് നിങ്ങള്. വികസനത്തെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ 5 വർഷം കൊണ്ടുണ്ടാക്കിയ വികസനത്തെ കുറിച്ച് അത് നിർത്തും. കുറച്ച് സഹിഷ്ണുത. ഒരേ ഒരു ചോദ്യം. കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ആൾക്കാർ വോട്ടിടാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ നെറ്റിയിലെ കുറി നോക്കിയാണോ അവർ ലളിത സഹസ്രനാമം നോക്കിയാണോ? അതും നോക്കും. കുറിയിടുന്നതും ഇടാത്തതും വിശ്വാസം. ഞങ്ങളേതായാലും നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഉത്തരത്തെ പേടിയാണ് ഡോക്ടർ അരുൺ, എന്റെ ഉത്തരത്തിന് പേടിയാണ് ബാലകൃഷ്ണൻ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ വിടാത്തത്. ഞാൻ പറയട്ടെ. കുറിയിടുന്നതും കുറിയിടാത്തതും ഒക്കെ അവരുടെ വിശ്വാസം. പക്ഷേ കുറിമായി വിഷയമാക്കി അവരുടെ വിശ്വാസമാണെങ്കിൽ നിങ്ങളതൊരു വിഷയമാക്കാൻ പാടില്ല. തുടർച്ചയായി പറയുന്നത് ഒരേ വിഷയം. എന്റെ ഉത്തരത്തിന് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്റെ മറുപടി എന്തിനാ ഇങ്ങനെ ഒറ്റ കാര്യം RSS ചന്ദനക്കുറി ഇടുന്നോ ഇടാത്തതോ അല്ലെങ്കിൽ RSS പറഞ്ഞിട്ട് ഇടുന്നതൊന്നും അല്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ നാട്ടില് ധൈര്യസമേതം കുറിയിട്ട് നടക്കുന്നത് RSS ഉള്ളതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു സംശയവും വേണ്ട. കാര്യം ശ്രീ അരുണോട് പറയട്ടെ. ശ്രീകാന്ത് ഇവിടെ നിൽക്കുന്നു. 26 ആചാരക്കുറികളിട്ട് തലയിൽ കുടുമ കെട്ടി 2 കാതിലും കടുക്കനിട്ട് 2 കൈകളിലും ആചാരവളകളിട്ട് വെള്ളമുണ്ട് പുതച്ച് വെള്ളമുണ്ടെടുത്ത് നടക്കുന്ന ഒരു ആചാരസ്ഥാനികന്റെ മകനാണ്. പക്ഷെ ഞാൻ ഈ വിഭജന രാഷ്ട്രീയത്തെ അനുകൂലിക്കില്ല, RSSകാരന്റെ രാഷ്ട്രീയത്തെ അനുകൂലിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കുറി കണ്ട് വളർന്നവരാണ് ഞങ്ങൾ. നമുക്ക് കുറികളിൽ നിന്ന് തലക്കുറിയിലേക്ക് വരാം. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ദയാഭായ് മാഡം നമ്മളോടൊപ്പം കുറച്ചു നേരമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയാണ്. കറുത്ത വസ്ത്രമെടുത്താണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമുണ്ടോ? മൈക്ക് സാർ. പ്രത്യേക ലക്ഷ്യമില്ല, കാരണമുണ്ട്. എന്താണ് മാം കാരണം? എനിക്ക് 10-12 മക്കളുണ്ട് ഈ കാസർഗോഡ്. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അവകാശങ്ങൾ ഇവിടെ നോ ചാൻസ് ഫോർ ബേസിക് റൈറ്റ്സ് കിട്ടിയിരുന്നത് പോലെ നിഷേധിച്ചിങ്ങനെ കിടക്കുന്നു. അതുകൊണ്ടുള്ള പ്രധാനമായിട്ട് അതിനൊരു സങ്കടം. രണ്ടാമത് ഞാൻ ഒരിക്കൽ കണ്ടതാണ്, ഒരു വീട്ടില് കറുത്ത കൊടി മരിച്ച ഒരു വീട്ടിലുള്ളപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ റോഡെ പോകുന്നതിന്റെ പേരിൽ പോലീസുകാർ മതിലിൽ കയറി അത് അഴിച്ചു മാറ്റുന്നു. അപ്പൊ അത്രയും പേഴ്സണൽ ഫ്രീഡം പോലും ഇല്ലാത്തതിനൊരു ഒരു വെല്ലുവിളിയായിട്ടും കൂടിയാണ് ഞാൻ കേരളത്തില് ഇപ്പൊ എപ്പോഴും പ്രതിഷേധം എന്ന നിലയിൽ കൂടിയാണ് ഇത് എടുത്തു വന്നിരിക്കുന്നത്. രണ്ടുമുണ്ട്. ഒന്ന് സങ്കടം, രണ്ട് ഇത്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ അർഹരുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയതിൽ ഒരു സങ്കടമുണ്ട്. ലിസ്റ്റിൽ നിന്ന് മാറ്റിയതല്ല, അവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. ചികിത്സാ സൗകര്യങ്ങൾ ഇന്നുമില്ല. ഒരിടത്തും അല്പം ഒന്ന് തുടങ്ങിയതല്ലാതെ എന്തിനാണ് അവര് മംഗലാപുരത്തിന് പോകുന്നത്? അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ MP മാർക്ക് പറ്റുന്നതുമില്ല. അപ്പം ഞാൻ ഓർക്കുന്നത്
എല്ലാം നോക്കിയിട്ടും ഒരു സാധ്യതയില്ല. ഇനി ഒരു ജനപ്രതിനിധി കൂടെ ആയി ഇലക്ഷനിൽ നിന്നാലോ ഒന്നും കൂടെ ആലോചിക്കുകയാണ്. അതെ, ദയാബായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു. യെസ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയാബായി ഒരു candidate ആണ്. വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ കാസർഗോഡ് ഞാനൊരു ഭാരതീയനാണ്. അതെ, തീർച്ചയായിട്ടും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ദയാബായി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാൻ പോകുന്നു. സ്ഥാനാർത്ഥിയായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ഒപ്പം ആരുണ്ടാവും? ഞാൻ ആരെയും അന്വേഷിച്ചില്ല, ആരുടെ പിന്തുണയുണ്ടാവും? ആരെയും അന്വേഷിച്ചിട്ടില്ല. എൻഡോസൾഫാൻ എന്റെ ദുരിതബാധിതരായി മക്കളാ- എന്റെ ചലനശേഷിയില്ലാത്ത മക്കളായിരിക്കും. കുറച്ച് എന്റെ- മനുഷ്യർ, സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ. പക്ഷെ ചെയ്യാനുള്ളത് ചെയ്യും. അവരുടെ ശബ്ദം പാർലമെന്റിൽ കേൾക്കണം. ഉണ്ട്. അപ്പൊ മത്സരത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു. ആ. ദാറ്റ്സ് എ ബ്രേക്കിംഗ് ന്യൂസ്. കാസർഗോഡ് അത് മണ്ഡലത്തിൽ പിന്നെ- ദയാബായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതിഷേധം പല കാര്യങ്ങൾ. ഇവിടെ എത്ര നെൽകൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്ത് നെല്ല് സർക്കാർ ഏറ്റിട്ടും പൈസ കിട്ടാതെ അവസാനം തൂങ്ങി. കർഷകർ. അതോട് പ്രതിഷേധമായിട്ട് ഞാൻ കേരളത്തിൽ അരിഭക്ഷണം തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുന്നു. ആ. അതുകൊണ്ട് കർഷകരോട് ഐക്യപ്പെട്ട അരിഭക്ഷണം ഉപേക്ഷിച്ചു അല്ലേ? യെസ്. അപ്പോ ദയാബായിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും ദയാബായി കൂടി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. അപ്പൊ താങ്ക് യു മാം. എനിക്ക് തോന്നുന്നു മറ്റു ചർച്ച രണ്ടാം ഘട്ടത്തിൽ ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ഓഡിയൻസിന്റെ ചില റിയാക്ഷൻ. ആരാണ് പ്രതികരിക്കാനുള്ളത്? ഓക്കെ, എന്റെ ചോദ്യം UDFന്റെ പ്രതിനിധിയോടെയാണ്. അദ്ദേഹം നേരത്തെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആ ഇടുക്കി കോളേജിൽ പഠിച്ച ആ കുട്ടിയുടെ പേര് പോലും ശരിക്കും പറയുന്നില്ല. ധീരജിന്റെ പേര് നീരജ് എന്നാണ് ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. SFIക്കാർ കുത്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അത് K. സുധാകരന്റെ കുട്ടിയായിട്ടുള്ള നമ്മൾ നിഖിൽ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് അവർ കുട്ടികൾ എന്ന് പറയുന്ന നിഖിൽ പൈലിയാണ് കുത്തിയതെന്ന് വളരെ കൃത്യമായി FIR റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, കണ്ണൂർ DCC ആയിട്ട് പ്രസിഡന്റ് ആയിട്ടുള്ള പിണറായി വിജയനെതിരെ മത്സരിച്ചിട്ടുള്ള രഘുനാഥാണ് ഇപ്പോ BJPയുടെ സ്ഥാനാർത്ഥി. ഇതേ നില തുടർന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് നാമവിശേഷമാവാൻ വേണ്ടി പോവുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി ഈ ഉണ്ണിത്താൻ വരുമോ എന്നുള്ളതാണ് നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറുപടിക്ക് മുമ്പ് ഒരു ചോദ്യം കൂടെ കേൾക്കാം. എൻഡോസൾഫാൻ സമരസമിതിയുടെ ചെയർമാനാണ് ഞാൻ. നാളെ ഞങ്ങൾ RDO മാർച്ച് നടത്തുന്നുണ്ട്. ആ മാർച്ചിൽ BP മുസ്തഫയുടെ പാർട്ടിയും പങ്കെടുക്കുമ്പോ ഞാൻ അവർക്ക് ക്ഷണക്കത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ പേര് കൂടി എന്ന് പറഞ്ഞു. A. ഹമീദ് ഹാജി. ഓക്കെ, ശരി. അതിന് ഒരു ചോദ്യം. ഇപ്പൊ എൻഡോസൾഫാൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചർച്ച നടന്നു. എൻഡോസൾഫാൻ ഇരകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം വരെ പോയ ഒരു യുവജന പ്രസ്ഥാനമാണ് DYFI. നബാർഡ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 320 കോടി രൂപ എൻഡോസൾഫാൻ ഇരകൾക്ക് നൽകിയത് മുൻ MP P. കരുണാകരനാണ്. ഇപ്പോൾ ഇവര് സമരം നടത്തുന്നു പറഞ്ഞു. ഈ സമരം നടത്തുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെതിരാണ്. 5 കൊല്ലം ഈ ഇരകൾക്ക് വേണ്ടി എന്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തു? പിന്നെ ഒന്നും കൂടി ചോദിക്കാനുള്ളത് ബാലകൃഷ്ണേട്ടനോടാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 32 കോൺഗ്രസ് നേതാക്കന്മാർ മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി അശോക് ചൌഹാൻ ഉൾപ്പെടെ BJPയിലേക്ക് പോയി. അപ്പൊ നിങ്ങൾ കുറിയെ കുറിച്ച് ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നാളെ നിങ്ങൾ ശ്രീകാന്തായിട്ട് കൂടെ പോണ്ടവരാണ്. ഒറ്റ റിയാക്ഷൻ. BJP പ്രതിനിധിയോടാണ്. BJP പ്രതിനിധി സംസാരിച്ചത് BJP സ്ഥാനാർത്ഥിയായി അശ്വിനി ടീച്ചറെ രംഗത്തിറക്കാൻ ആവശ്യം മോദിയുടെ സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പൊ BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് പറയാൻ പിന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തയ്യാറാവുമോ? മോദി ഒരു വ്യക്തിയാണ്. BJP എന്നത് ഒരു പ്രസ്ഥാനമാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയാൻ പോലും ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന BJPക്ക് ധൈര്യമില്ല. മോദിയെ മാത്രം മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേടുകയാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, എയിംസ് സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമരം എയിംസ് ഹോസ്പിറ്റൽ കാസർഗോഡ് വരാതിരിക്കാൻ കോഴിക്കോടേക്ക് അനുവദിക്കാൻ വേണ്ടിയാണ് LDF സർക്കാർ നിർദ്ദേശം നൽകിയത്. LDF സർക്കാർ നിർദ്ദേശം നൽകിയത്. എന്തുകൊണ്ട് എയിംസ് കാസർഗോഡ് അനുവദിക്കാൻ LDF സർക്കാർ തയ്യാറാവുന്നില്ല? ഒറ്റ ചോദ്യം കൂടി ആരാണ് ചോദിക്കുക? BJP പ്രതിനിധിനോടാണ്. ഞങ്ങളെ ജയിപ്പിച്ചാൽ 50 പറഞ്ഞ പെട്രോളും എവിടെ? ആ 15 ലക്ഷം എവിടെ? ഞങ്ങളെ ജയിപ്പിച്ചാൽ 50 പറഞ്ഞ പെട്രോളും എവിടെ? സർ, ആ 15 ലക്ഷം എവിടെ? ഞങ്ങളുടെ സ്വാതന്ത്ര്യം എവിടെ? 1000 കൊല്ലങ്ങൾ പിന്നിലേക്ക് ഓടിക്കും വർഗീയതകളിവിടെ. പൗരത്വത്തിനും മതമത്രേ
ചെകുത്താൻ ചിരിക്കുന്നു. കണ്ടിട്ടുള്ളതാണ് ചെകുത്താൻ ചിരിക്കുന്നത്, നമ്മൾ കണ്ടിട്ടുള്ളതാണ് വയനാട്ടില്. ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിലെ ആ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് എഴുതിയ ആ ചുമരിലാണ് സ്വാതന്ത്ര്യമില്ലാതായത്, ജനാധിപത്യത്തെ ധ്വംസനം ചെയ്തത്, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത്. അതുപോലെ തന്നെ സോഷ്യലിസത്തെ കഴുത്തു പിടിച്ച് ഞെക്കിക്കൊന്നത് സോഷ്യലിസം അല്ല, അവിടെ നടപ്പിലാക്കിയത് ശ്വാസം മുട്ടിക്കലാണ്. പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് 3 ദിവസം നഗ്നരാക്കിയിട്ട് പട്ടിണിക്കിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തവരാണ്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാം. 50 രൂപക്ക് പെട്രോൾ അവിടെ ഇരിക്കട്ടെ, 87 രൂപയുടെ ചിക്കൻ എവിടെയാണ്? 87 രൂപയുടെ ചിക്കൻ എവിടെയാണ് പറയണം. 5 വർഷം വില കൂടില്ല എന്ന് പറഞ്ഞിട്ട് വില കൂടിയിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പണിയെടുത്ത ശമ്പളം കിട്ടുന്നില്ല, സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നില്ല, KSRTCക്കാർക്ക് കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. നിങ്ങളെന്ത് മനുഷ്യനാണ്? മനുഷ്യനാവും ആദ്യം. നിങ്ങള് കവിത പാടുന്നതിനു മുമ്പേ, മുദ്രാവാക്യം വിളിക്കുന്നതിനു മുമ്പേ മനസ്സിലൊരു ഹൃദയം, ഈ ശരീരത്തിലൊരു ഹൃദയം ഉണ്ടാവണം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. പെട്രോളിന്റെ വിലയും ഡീസലിന്റെ വിലയും 50 രൂപ എന്നുള്ളത് പഴയകാല സങ്കല്പമാണ്. പക്ഷേ പാചകവാതക വില കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ നിരന്തരം നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ കഴുത്തുചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് വോട്ടർമാർ വിശ്വസിച്ചാൽ മോദിക്കുള്ള 2 വോട്ട് കൂടി കുറയില്ലേ? ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയും. നേരത്തെ പറഞ്ഞില്ലേ തുടക്കത്തില്, ഏത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ അത് സോഫ്റ്റ്വെയറിന്റെ കംപ്ലൈന്റ്. ഇവിടെ സ്വന്തം ദുർഭരണം കൊണ്ട് പൊരുതിമുട്ടി സാമ്പത്തിക മേഖല തകർന്നാൽ അതിന് കേന്ദ്രത്തിന് കുറ്റം പറയുന്നത്. ഇവർക്ക് എപ്പോ ഏത് കാലത്തും CPM-ന്റെ നിലപാടാണ് ആരെയെങ്കിലും പഴിക്കുക, ആരെയെങ്കിലും പിഴക്കുക. സ്വന്തം ദുർഭരണമാണിത്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനം എന്റെ ഡിവൈഎഫ്ഐയുടെ 2 സുഹൃത്തുക്കൾ, 2 പേര് എനിക്ക് അറിയാവുന്നവരാണ്. അവർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം തുടർച്ചയായി BJP-യിലേക്ക് പോകുന്നത്. എന്റെ ഡിവൈഎഫ്ഐയുടെ സഹപ്രവർത്തകന്മാരോട് പറയട്ടെ, ഇന്ത്യയിൽ CPM ഉണ്ടായ 3 സംസ്ഥാനങ്ങൾ കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര. ഇന്ന് അവിടുത്തെ കർഷകന്മാരുടെ അടിക്കോണം പോലും ചുവന്ന നിറത്തിൽ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല പശ്ചിമ ബംഗാളിൽ. അതുപോലെ ആ പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ നിന്നും ത്രിപുരയുടെ മണ്ണിൽ നിന്നും CPM എന്നേക്കുമായി ഇല്ലാതായി. എവിടേക്ക് പോയി ഈ CPM? നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഓർമ്മിച്ചിട്ടുണ്ടോ? ഡൽഹിയിൽ രാംലീല മൈതാനിയിൽ മമതാ ബാനർജി എന്ന യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തുമ്പോ മമതാ ബാനർജിയോടൊപ്പം കൈയില്ലാത്ത 70 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ രാംലീല മൈതാനിയിൽ പ്രകടനം നടത്തി. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ കൈ വെട്ടിമാറ്റിയ 70 യൂത്ത് കോൺഗ്രസുകാരാണ് അന്ന് മമതാ ബാനർജിയോടൊപ്പം അവിടെ പങ്കെടുത്തത്. 34 വർഷക്കാലം നിങ്ങൾ ഭരിച്ച പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ കമ്മ്യൂണിസം കാണാനില്ല. നിങ്ങൾക്ക് ആ കമ്മ്യൂണിസം നിങ്ങൾക്ക് നാണമില്ല ഇത് പറയാൻ? നിങ്ങളുടെ കൈവെട്ടിയ എണ്ണൊക്കെ പറഞ്ഞ് ഇപ്പൊ CPM-നെയും മമതേനെയും പിടിച്ച് ഇൻഡീസൊക്കെ ആക്കിയിട്ട് അധികാരത്തിലെത്താൻ നോക്കുന്ന മോഹം. നാണമില്ല നിങ്ങൾക്ക്? വിഭജനത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന തകർത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമില്ലാതാക്കി ഇവിടത്തെ മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി എന്ന നരാധമന് മുമ്പിൽ ആരുമായും സന്ധി ചേരാൻ കോൺഗ്രസ് തയ്യാറാ. അതിന്റെ പ്രഖ്യാപനമാണ് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി, ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ്. അതിന്റെ മുന്നണി പോരാളിയാണ് കോൺഗ്രസ്. RSS-മായി സന്ധി ചെയ്യാൻ ഞങ്ങളില്ല, BJP-യുമായി സന്ധി ചെയ്യാൻ ഞങ്ങളില്ല. പഞ്ച് ഡയലോഗ്. പക്ഷെ അപ്പോഴും ആ ചെറുപ്പക്കാരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉണ്ടിച്ച് രഘുനാഥ് പോയതുപോലെ 2029 തിരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും BJP സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്നതാണ് ചോദ്യം. നോക്കിയാൽ മതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചു. നിങ്ങളറിഞ്ഞോ? പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത് അറിഞ്ഞോ? ഞാനറിയില്ല. എന്താ കാര്യം? നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം 36 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി?
സുപ്രീം കോടതിയുടെ സോളിസിറ്റർ ജനറൽ അറ്റോർണി ജനറൽ 36 തവണ കേസ് മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? ഒരു നിമിഷം ചെയ്യാതെ എനിക്ക് മുസ്തഫയ്ക്ക് സമയം കൊടുക്കണം. കാരണം ഗുരുതരമായ ഒരു ആരോപണമാണ്. ഉള്ളിച്ച പോവില്ല, പിണറായി പോവാതിരുന്നാൽ മതി എന്നാണ് ചോദ്യം. അതിനെ തടുത്താൽ മതി. കേരളത്തിലെ 12 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചതിൽ 3 പേർ UDF-ന്റെ ആളുകളാ. രഘുനാഥ്, അനിൽ ആന്റണി, അബ്ദുൽ സലാം. നിങ്ങൾ നോക്ക്, വീണ ഇപ്പോഴും പിണറായി വിജയന്റെ വീട്ടിലുണ്ട്. IT വിദഗ്ധ. AK ആന്റണിയുടെ വീട്ടിലെ IT വിദഗ്ധൻ ഇപ്പൊ എവിടെയാ? AK ആന്റണിയുടെ വീട്ടിലെ ബാലകൃഷ്ണന്റെ സഹപ്രവർത്തകനായിരുന്നു KPCC അംഗം നീലീശ്വരത്തെ K നാരായണൻ. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് വെച്ച് ഏത് പാർട്ടിയിലാണ് ചേർന്നത്? ശ്രീകാന്ത മാല എടുത്തു കൊടുത്തത്, സ്വീകരിച്ചത്. ഉണ്ണിച്ച പോവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ബാലകൃഷ്ണന് കഴിയില്ല. അതാ പ്രശ്നം. പത്മനാഭൻ ഏത് പാർട്ടിക്കാരനായിരുന്നു? പോയ CK പത്മനാഭൻ CPM-കാരനായിരുന്നില്ലേ? എന്താ നിങ്ങൾ മറന്നോ? എന്താ നിങ്ങൾ മറന്നോ? ഏത് കാലത്ത് അവൻ CK പത്മനാഭനെയാ പറയുന്നത്? നിങ്ങൾ ഏത് കാലത്തെയാ CK പത്മനാഭൻ CPM ആയിരുന്നോ? CK പത്മനാഭൻ CPM ആയിരുന്നോ? ബംഗാളിൽ CPM-ന് മുമ്പേ മരിച്ചതാരാ? മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു OK വാസു. RSS-കാരൻ കൊണ്ടുവന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയത്തിൽ ഇങ്ങോട്ടാണ് ആളെ കൊണ്ടുവന്നത്. പിണറായി വിജയൻ പോകാതെ നോക്കുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം. ബംഗാളിൽ പിണറായി പോകും, ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടിയെ കുറ്റം പറഞ്ഞാൽ എന്റെ പാർട്ടിക്ക് കേൾപ്പിക്കാനില്ല. ഞാൻ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ബാലകൃഷ്ണൻ സംസാരിക്കാൻ വിടുന്നില്ല. എന്തുകൊണ്ടാ? ബംഗാളിന്റെ ചോദ്യം ഞാൻ ചോദിക്കുന്ന ബാലകൃഷ്ണനോട്. നിങ്ങൾ CPM-നെ കുറിച്ച് പറഞ്ഞു. CPM വരുന്നതിന് മുമ്പേ 40 കൊല്ലം ബംഗാൾ ഭരിച്ചത് കോൺഗ്രസാ. ഇപ്പൊ ആരുണ്ട് അവിടെ തപ്പാൻ? നിങ്ങൾ മമതാ ബാനർജി ഉണ്ടോ? അവിടെ കഴിഞ്ഞ ദിവസം നിങ്ങളാകെ അടുപ്പ് അത് 2 ഒറ്റക്കല്ലിലാണ് നിൽക്കുന്നത്. ഒറ്റക്കല്ലിൽ നിൽക്കുന്ന ഏത് സമയത്തും സന്ധി ചെയ്യുമെന്നുള്ളത് ഉറപ്പാ. കാരണം രക്ഷയില്ല. ഇന്ത്യ മുഴുവൻ മുഖ്യമന്ത്രിക്ക് ഇനി മുന്നോട്ട് പോകാൻ രക്ഷയില്ല. കോൺഗ്രസ് ഇപ്പൊ എവിടെയാ? ഒറ്റക്കല്ല ഇന്ത്യ കോൺഗ്രസ്. ഞങ്ങൾ ഇപ്പോഴുണ്ട്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വേരോട്ടമുള്ള ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ വേരോട്ടമുള്ള കേൾക്കൂ. നിങ്ങൾ പറഞ്ഞത് പുറത്ത് വ്യക്തമായും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഓരോ ചോദ്യം ചോദിച്ച് അതിനുള്ള മറുപടിയുമായി പോകുന്നതാണ് നല്ലത്. അപ്പോൾ താങ്കൾ പറഞ്ഞ ചോദ്യം ഇതാണ്: പിണറായി വിജയൻ എന്തുകൊണ്ട് പോകില്ല എന്നാണ് VPP മുസ്തഫ പറയാൻ ശ്രമിക്കുന്നത്. അതൊന്ന് പറയൂ. ഇവിടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, ഇടതുപക്ഷമാണ്. ഞാൻ പറഞ്ഞ പാർലമെന്റിന് പുറത്തായാലും അകത്തായാലും RSS-ന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ കരുത്തുള്ളത്. നിങ്ങൾ നോക്ക്, RSS-ന് കേരളത്തിൽ ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തതാരാ? CPM തടഞ്ഞു. CPM തടഞ്ഞ RSS-ന്റെ ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തതാരാ? മറുപടി കേൾക്കൂ. KPCC പ്രസിഡന്റ് ഞാൻ മത്സരിച്ച ഉദുമ നിയോജക മണ്ഡലത്തിൽ ഒരു കാലത്ത് ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് KG മാരാർ എന്നായിരുന്നു. ആ KG മാരാർക്ക് പിന്തുണ കൊടുത്ത പാർട്ടിയുടെ പേരാ CPM. KG മാരാർ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ വിജയിച്ചപ്പോ ആ പിണറായി വിജയന് പിന്തുണ കൊടുത്ത പാർട്ടിയുടെ പേര് അല്ലെങ്കിൽ സംഘടനയുടെ പേര് RSS എന്നായിരുന്നു. ധർമ്മടത്ത് കൂത്തുപറമ്പിൽ ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ഉദുമയിൽ KG മാരാറും വലിയ പിന്തുണ കൊടുത്തു. പാർട്ടിയാണ് RSS-മായി ബന്ധമില്ല എന്ന് പറയുന്നത്. കോൺഗ്രസ് ചരിത്രം പഠിക്കില്ല, പണ്ടേ കോൺഗ്രസ് ചരിത്രം പഠിക്കില്ല. ഇപ്പോഴും ചരിത്രം തിരുത്താൻ ശ്രമിക്കുക. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു KG മാരാർ. BJP-യുടെ അല്ല, RSS-ന്റെ അല്ല. ജനതാ പാർട്ടി നാണമില്ലല്ലോ പറയാൻ. ഞാൻ ചോദിക്കാം, KG മാരാർ ആരാണെന്ന് പിന്നെ പോയില്ലേ? പിന്നെ പോയില്ലേ? ഒരു നിമിഷം. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒരു ഇവിടെ ചരിത്രം പഠിക്കാൻ മുസ്തഫ പറഞ്ഞു. ജനസംഘത്തിന് RSS-ന്റെ രാഷ്ട്രീയ രൂപമായ ജനസംഘത്തിന് ജനതാ പാർട്ടി എന്ന പേരിൽ അംഗത്വം കൊടുത്ത് അതിന്റെ നേതാവായ ആളാണ് KG മാരാർ.
1977-ലും 89-ലും BJPക്ക് മാന്യത കൊടുത്ത് പൊതുമുന്നണിയുടെ ഭാഗമാക്കിയവരെ കൊണ്ടുവന്നിട്ടാണ് ഈ രാജ്യത്തെ കോൺഗ്രസിനെ CPM തകർത്തത് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം മറക്കാൻ പറ്റുമോ? ഇനി ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോ നമുക്കറിയാം ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത് പറഞ്ഞു. അത് മാത്രമല്ല, ED കയറാത്ത ഒരൊറ്റ മുഖ്യമന്ത്രി പ്രതിപക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. തീർന്നില്ല. രാഷ്ട്രപതിക്ക് ഗവർണർ കൊടുത്ത, ഗവർണർ മടക്കിയ ഒരുപാട് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചപ്പോ പിണറായിയെ ബാധിക്കുന്ന ലോകായുക്ത ബില്ലിൽ മാത്രം രാഷ്ട്രപതി ഒപ്പുവെച്ചു, ബാക്കിയുള്ളവ മടക്കി. ഇത് പിണറായിയും മോഡിയും തമ്മിലുള്ള ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായി രക്തസാക്ഷിയായിരിക്കുന്നു ശ്രീകാന്ത്. അശ്വിനി എന്ന് പറയുന്ന ദുർബലയായ സ്ഥാനാർത്ഥിയെ നിർത്തി തൃശൂരും കാസർഗോഡും തമ്മിൽ ഡീൽ നടക്കുന്നു. ശ്രീകാന്ത് രക്തസാക്ഷിയായിരിക്കുന്നു. ഈ ശബ്ദം എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രസംഗത്തിൽ അനൗൺസ്മെന്റിന് പോകാറുണ്ടോ? പ്രസംഗത്തിലാണ് ആ പ്രസംഗം ഇഷ്ടപ്പെട്ടു. ശബ്ദം മറുപടി പറയാൻ അതിന് മുമ്പ് ശ്രീകാന്തിന്റെ ആരോപണത്തിന് മറുപടി പറയാൻ അവസരം തരണം. നിങ്ങൾ മൈക്ക് എടുക്കരുത്. ഒന്ന്, ഞങ്ങളുടെ പാർട്ടിയില് സഖാവായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെ മാന്യമായിട്ട് ഞങ്ങൾ സംസ്ഥാന നേതാക്കന്മാരാക്കിയിട്ടുണ്ട്. ഇന്ന് അറിയപ്പെടുന്ന BJP നേതാക്കന്മാരായിട്ടുണ്ട്. അത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളിടത്ത് ആണ് അവർ വന്നിട്ടുള്ളത്. ഇപ്പോ ആ ഒഴുക്ക് കോൺഗ്രസിൽ നിന്നുണ്ട്, CPM ൽ നിന്നുണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നുണ്ട്. CPM ൽ നിന്നുണ്ട്. ഞാൻ പറയട്ടെ, CPM ൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ BJPയിൽ ചേർന്ന ഒരു നേതാവിന്റെ പേര് പറയും. പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇടപെടരുത്. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ ഭാരതത്തിലാകെ മാത്രമല്ല ഈ കൊച്ചു കേരളത്തിലും ഇന്ന് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വരുന്നുണ്ടെങ്കിൽ ഇന്ന് DCC ജനറൽ സെക്രട്ടറി പിണറായി വിജയനെതിരെ കോൺഗ്രസിന്റെ നേതാവുമായി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ശ്രീ C രഘുനാഥ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കണ്ണൂരിൽ നിന്നുള്ള മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ജയലളിത BJPയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കാസർഗോഡിൽ നിന്ന് KPCCയുടെ എക്സിക്യൂട്ടീവ് പറയട്ടെ ചങ്ങാതി. KPCCയുടെ അംഗം അഡ്വക്കേറ്റ് KK ബാലകൃഷ്ണൻ, KK നാരായണൻ BJPയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കേരളം മാറുകയാണ് എന്നുള്ളതാണ്. ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കാണും എന്നുള്ളത് ഒരു സംശയം. ഒരു നിമിഷം അല്ലല്ല, നമുക്ക് മണ്ഡലത്തിലേക്ക് വരണം. ഒരു കാര്യം കൂടി, ഇപ്പൊ എന്റെ ഇടതുവശത്തുള്ള ബാലകൃഷ്ണൻ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ലെങ്കിൽ BJPയിലേക്ക് വരുമായിരുന്നു. ഒരു സംശയം. ഗുരുതരമായ ആരോപണമാണ്. എന്റെ തന്തയല്ല ശ്രീകാന്തിന്റെ തന്ത എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്റെ തന്തയല്ല ശ്രീകാന്തിന്റെ തന്ത എന്ന് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. ശ്രീകാന്ത് തീയിൽ മുളച്ചതാണ്. ശ്രീകാന്ത് ഒരു ദിവസം BJPയുടെ വേദിയിൽ പോയിട്ട് ആളായി ചമഞ്ഞതല്ല, തീയിൽ കൊളുത്ത് വന്നതാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദിയിൽ. അതുകൊണ്ട് നമ്മൾ രണ്ടാളെയും ഒരേ മുഖത്തിൽ കെട്ടരുത്. ശ്രീകാന്ത് ഒരേ മുഖത്തിൽ കെട്ടരുത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് ബാലകൃഷ്ണന്റെ മുൻപിൽ, ബാലകൃഷ്ണനുള്ള വേദിയിൽ ഇത്രയും ജനങ്ങളിൽ അടുത്താണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അല്ലല്ല, ബാലകൃഷ്ണൻ നിഷേധിച്ച സ്ഥിതിക്ക് നമ്മൾ ചർച്ച ചെയ്യില്ല. ശരി. ഇനി VPP മുസ്തഫ മറുപടി പറഞ്ഞ ചോദ്യം അവർക്ക് വലിയ വേവലാതിയാണ്. നമ്മൾ കോൺഗ്രസ് എന്ന് പോകുന്നതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം 2011-16 മുസ്ലിം ലീഗിന്റെ മന്ത്രി കണ്ണൂർ കാലിക്കറ്റ് VC-ആക്കി വെച്ചയാൾ വലിയ പച്ച ഹൈദരാലി തങ്ങളുടെ ട്രസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭൂമി എഴുതി കൊടുക്കാൻ നിന്നയാൾ ഇപ്പൊ താമര ചിഹ്നത്തിൽ മത്സരിക്കുക. ആ ക്ഷീണം തീർക്കാൻ വേണ്ടി ഈ ചരിത്ര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണ്. BJPയിലേക്ക് പോവുകയാണ്. ക്ഷമിച്ചിട്ടും ശ്രീകാന്തിന് ഒരു CPM-കാരന്റെ പ്രതിപക്ഷത്തിന്റെ MLA അൽഫോൻസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായി മാറി. ബംഗാളിലെ BJPയുടെ MLA ആയിക്കൊണ്ട് CPM-ന്റെ MLA മുർമു MLA ആയിക്കൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിയായി പാർലമെന്റിൽ അബ്ദുൽ സലാം ഡോക്ടർ ഒരു കാര്യം ചോദിച്ചു. എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട്ടിൽ മാത്രം ബീഡി വരുന്നില്ല? 7 തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് കൊടുത്തിരിക്കുന്നത്. ഹൈദരാലി തങ്ങളുടെ വീട്ടിൽ കയറ്റിയതാരാ?
മൊയ്ൻ അലി തങ്ങൾ പറയുന്നു. ആരാണ് ഹൈദരാലി തങ്ങളുടെ വീട്ടിൽ ഈ BJP ഭരണകാലത്ത് ഇഡിയെ കയറ്റിയത്? ഈ ലീഗിലെ നേതാക്കളാണ്. ശരി, വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന് മുമ്പ് ഒരു സ്ത്രീ ശബ്ദം. നാരീശക്തി. ഒരു സെക്കൻഡ് ഡോക്ടർ അരുൺ, ഒറ്റ കാര്യം പറയാം, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഡോക്ടർ അരുണും അതുപോലെ തന്നെ മുസ്തഫയും ചോദിച്ചൊരു ചോദ്യമുണ്ട്. CPM എന്നായിരുന്നു CPMന്റെ പിന്തുണയോട് കൂടിയിട്ട് MLA ആയിട്ടുള്ള VS അച്യുതാനന്ദന്റെ കൂടെ നിന്നിട്ടുള്ള അൽഫോൺസ് കണ്ണന്താനം CPM MLA സ്ഥാനത്ത് മാറിയിട്ട് വന്നിട്ടുള്ളത് BJPയിലേക്കാണ്. CPM ഇടതുപക്ഷത്തിന്റെ ആരായിരിക്കും സാധ്യത കാസർഗോഡ്? അബ്ദുള്ളക്കുട്ടി എവിടെയായിരുന്നു? അബ്ദുള്ളക്കുട്ടി MP ആയിരുന്നു. അബ്ദുള്ളക്കുട്ടി CPM എന്നല്ല വന്നത്, കോൺഗ്രസ് വന്നത്. അബ്ദുള്ളക്കുട്ടി മെല്ലെ അബ്ദുള്ളക്കുട്ടി CPM എന്നല്ല വന്നത്, കോൺഗ്രസ് വന്നത്. കോൺഗ്രസിലേക്ക് വന്ന് വോട്ടറുടെ ചോദ്യം. മൂന്ന് പ്രമുഖ മുന്നണികളുടെ നേതാക്കളാണ് ഇവിടെ ഉള്ളത്. നമ്മളുടെ ചർച്ച അരമണിക്കൂറിൽ ഒരു ഓൾമോസ്റ്റ് 40 മിനിറ്റായി കടന്നിരിക്കുന്നു. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാലുവാരലുകളും കൂടുമാറലുകളും രാഷ്ട്രീയ വീഴ്പലക്കലുമല്ലാതെ കാസർഗോഡ് മണ്ഡലത്തിന്റെ വികസനം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ ഇവർ ഓരോ ആൾക്കാരും ഓരോ രാഷ്ട്രീയ പാർട്ടിയും എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് ചർച്ച ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ നിലവിലുള്ള സിറ്റിംഗ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് ചെയ്തു എന്ന പ്രസക്തമായ ചോദ്യത്തിലേക്ക് ചോദിക്കും. ഇവിടെ ആരാ ചോദിക്കുന്നത്? സ്ത്രീ ശബ്ദം ചോദിക്കാനില്ലേ നിങ്ങൾക്ക്? ചോദ്യം ഒന്ന്, ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടത് ഈ BJPയും കോൺഗ്രസിലൊക്കെ പോകുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് കാസർഗോഡ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കാസർഗോഡ് കഴിഞ്ഞ MP ആയിരുന്ന ആളുടെ മകന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപിച്ചത്. BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ചാനലുകാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PK കൃഷ്ണദാസ് പോലുള്ള വലിയ പ്രധാനപ്പെട്ട നേതാക്കന്മാര്. BJPയുടെ തന്നെ കണക്കിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് കാസർഗോഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാരാണെന്ന് ഞങ്ങൾക്കൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണ പരസ്പരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ജനങ്ങളോട് കൂടി ഒന്ന് സമ്മതിക്കാൻ വേണ്ടി തയ്യാറായാൽ നല്ലതായിരുന്നു. വളരെ പെട്ടെന്ന് മറുപടി, 1 മിനിറ്റ് സമയം. ഇവിടെ വാർദ്ധക്യവും യുവത്വവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ലോക്സഭയില്. ഉണ്ണിച്ചിനെ വൃദ്ധരാക്കരുത്, ചെറുപ്പക്കാരനാ. ചെറുപ്പക്കാരൻ ബാലകൃഷ്ണ മാഷ് ഉണ്ണിച്ചനൊക്കെ ഡൈ ചെയ്തിട്ട് യുവത്വം ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി യുവ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി എന്തിനു നിർത്തി എന്നുള്ളത് ആരോപണമൊക്കെ അടിസ്ഥാനരഹിതമാക്കിയിട്ട് റിസൾട്ട് വരുമ്പോ ജയിച്ച് വരും. ഒരു ചോദ്യം വേണ്ട. ശരി, ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ പെട്ടെന്ന്. സാർ, ആരോടാ ചോദ്യം? എന്റെ ചോദ്യം BJP പ്രതിനിധിയോടാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പില് അന്ന് അതിനു മുമ്പേ ഭരിച്ച UPA ഗവൺമെന്റിന്റെ ഭരണ കോട്ടങ്ങൾ നിങ്ങൾ തുറന്ന് ജനങ്ങളോട് പറയുകയും അന്ന് ഈ തെരഞ്ഞെടുപ്പിന് BJP അവകാശമുന്നയിച്ചത് ഞങ്ങൾ ഈ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടിയുടെ കള്ളപ്പണം സ്വിസ് ബാങ്കിലുണ്ട്, അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഓരോ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഈ വളരെ പൊള്ളതം പറഞ്ഞ BJP ഗവൺമെന്റ്, ആ BJP ഗവൺമെന്റ് 15 ലക്ഷം രൂപ ഓരോ ഇവിടുത്തെ പാവപ്പെട്ട ഓരോ വ്യക്തിയുടെയും സീറോ ബാലൻസ് പറഞ്ഞില്ല. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടല്ല പറഞ്ഞത്. അങ്ങനെ ഹിന്ദി മനസ്സിലാവാതെ പോയണ്ട. ഈ ഓരോ മനുഷ്യരുടെ പോക്കറ്റിലും 15 ലക്ഷം രൂപ വരുന്ന പണം ബാങ്കിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഏത് വിധത്തിലാണ് അവർ വോട്ട് ചോദിക്കുന്നത്? ഈ കാസർഗോഡ് ജില്ലയിലെ വികസനം അല്ലെങ്കിൽ മറ്റു ജനങ്ങളുടെ അവകാശങ്ങൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് കേരളത്തിൽ കർഷക സമരത്തെ പോലും അട്ടിമറിച്ച ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. ആ BJP ഗവൺമെന്റ് ആണോ ഇവിടെ വോട്ട് ചോദിക്കുന്നത്? എന്ത് അവകാശങ്ങളുണ്ട്? പിന്നെ വേറെ ആ ചോദ്യത്തിന് മറുപടി വേണം. അതിന് മുമ്പ് പെട്ടെന്ന് ക്വിക്കായിട്ട് ഞാൻ 3 ചോദ്യം എടുത്തിട്ട് പാനലിലേക്ക് വരാം. 3 ചോദ്യം പറഞ്ഞോ. അരുൺ, ഈ ഒരു തുലാസിന്റെ 2 തട്ടിലായിട്ട് CPM BJP നിൽക്കുന്നതുകൊണ്ടാണോ മധ്യത്തിലായി ഞങ്ങൾ കോൺഗ്രസ് പടിയെ നിർത്തി നിങ്ങൾ ആക്രമിക്കാൻ അവസരം കൊടുത്തു? മറ്റൊന്ന്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മുസ്തഫ മറുപടി പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ചോദ്യം? എൻഡോസൾഫാന്റെ സമരത്തിൽ നാളെ പങ്കെടുക്കോ? അതല്ലേ നേരത്തെ ഒരു DYFI പ്രവർത്തകൻ പറഞ്ഞത് അവരാണ് കൂടുതൽ പ്രവർത്തിച്ചതെന്ന്. ഒരു മിനിറ്റ്, റൈറ്റ്. എന്താ ചോദ്യം? പെട്ടെന്ന്. എന്റെ ചോദ്യം BJP പ്രതിനിധിയോടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 24 നടന്ന ഒരു ചർച്ചയിൽ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള സുരേഷ് കുമാർ പറയുകയുണ്ടായി,
പിണറായി വിജയനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്കും വി ഡി സതീശനും മുഖ്യമന്ത്രിയാകാൻ അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ അതിന് ഒരു ചേട്ടാ പറയൂ ചേട്ടാ. അതിനോടൊപ്പം തന്നെയാണ് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. ഒരു കൂട്ടുകെട്ടിന്റെ ബാക്കിപത്രമാണോ നമ്മുടെ കർണാടക ഹൈക്കോടതിയിൽ SFI കൊടുത്തുള്ള റിപ്പോർട്ട് പ്രകാരം 2020 മുതൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ ED അന്വേഷണം നടക്കുന്നുണ്ടായിട്ട് പോലും 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP എന്തുകൊണ്ട് ആ വിഷയം ഉന്നയിച്ചില്ല? അന്തർധാരയുണ്ടോ എന്നാണ് ചോദ്യം. ചേട്ടാ അതിൽ പ്രതികരിക്കണോ? ആരാ ജയിക്കാൻ സാധ്യത? ചേട്ടനാകെ നാണമായി. എന്തോ പ്രതികരണം ഉണ്ടോ? LDF എന്താ സാധ്യത? എന്താണ് ബാലകൃഷ്ണ മാഷ് ജയിക്കാൻ കാര്യം? ജയിക്കും, ആത്മവിശ്വാസമുണ്ട്. റൈറ്റ് ഓക്കെ, പറഞ്ഞു ആദ്യം ഇവിടെ. എനിക്ക് നമ്മുടെ ബാലചേട്ടനോട് ചോദിക്കാനല്ലേ, കാരണം വെച്ചാൽ ബാലചേട്ടൻ നേരത്തെ പറഞ്ഞു 5 വർഷക്കാലം ഒരുപാട് വികസന പ്രവർത്തനം കൊടുക്കുന്നത്. അതിന്റെ പ്രധാന ഒരു വികസന പ്രവർത്തനം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ശരി, ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ബാലകൃഷ്ണ മാഷ പറഞ്ഞോ. ഞാൻ എണ്ണി പറയാം, ഒരു ഒറ്റ മിനിറ്റ്. അതായത് ഒറ്റ സെക്കൻഡ്, ഒരു വോട്ടറിന്റെ കൂടെ അഭിപ്രായം നടത്തിട്ട് വരാം. അതെ, എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് 3 പേരോടും കൂടിയാണ്. ഒരാൾ കേരളം ഭരിക്കുന്നു, ഒരാൾ ഇവിടുത്തെ MP-യുടെ പ്രതിനിധിയാണ്, ഒരാൾ കേന്ദ്രം ഭരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇതുവരെ നടന്നത് പല ദേശീയ കാര്യങ്ങളുമാണ്. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടത്, വോട്ടർമാരായ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പാർപ്പിടം, ഭക്ഷണം, തൊഴിൽ, അതേപോലെ തന്നെ ചികിത്സ, ഈ രീതിയിൽ നിങ്ങൾ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം പറയണം, MP-യെ പ്രതിനിധീകരിച്ച് ബാലകൃഷ്ണൻ പറയണം, കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ശ്രീകാന്തേട്ടൻ പറയണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാലകൃഷ്ണൻ മാഷ് കഴിഞ്ഞ വർഷം 2023 ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എയിംസ് കാസർഗോഡ് ജില്ലയിൽ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ ഇടപെടലുകളും നടത്തി അത് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപിക്കുന്നത് വരെ അതിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. മനസ്സിലായില്ലേ? പക്ഷേ ആ നിലപാടിലാണോ ഇന്നും ബാലകൃഷ്ണൻ മാഷ്? അതിന്റെ മറുപടി VPP പറയണം. പക്ഷേ നിലവിലുള്ള MP ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്തു? ഇവരെല്ലാവരും വളരെ കൗതുകത്തോടുകൂടി ഉത്തരം സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഐമാക്സ് കാസർഗോഡ് ജില്ലയിൽ വെളിച്ച വിപ്ലവം നടത്തി 250 ഹൈമാക്സ് ലൈസുകൾ 35 വർഷം ഇവിടെ MP ആയിരുന്ന ഇടതുപക്ഷ MPമാർക്ക് കഴിയാത്ത 250 ഹൈമാക്സ് ലൈറ്റുകൾ, 7 ഓവർബ്രിഡ്ജുകൾ, മുൻ MP ശ്രീ P കരുണാകരന്റെ വീട്ടിന് മുമ്പിലുള്ള നീലേശ്വരം ഓവർബ്രിഡ്ജ് ഉൾപ്പെടെ 7 ഓവർബ്രിഡ്ജുകൾ, ഇവിടത്തേക്ക് 14 ആംബുലൻസുകൾ, ഏകദേശം 150 ലാപ്ടോപ്പുകൾ, അതുപോലെ തന്നെ ഇവരുടെ 150 ഇവിടത്തെ പാർട്ടി ഗ്രാമമാണ് ചെറുവത്തൂർ. നിങ്ങൾ കേൾക്കൂ, ഇവിടത്തെ പാർട്ടി ഗ്രാമമാണ് ചെറുവത്തൂർ. ആ ചെറുവത്തൂരിൽ പരശുറാം എക്സ്പ്രസിന് ഒരു സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ളത് കാലങ്ങളായുള്ള ആവശ്യം. ഞങ്ങളത് അനുവദിച്ചു. വന്ദേ ഭാരത് അത് കണ്ണൂർ വരെ എന്ന് പറഞ്ഞപ്പോ അത് കാസർഗോട്ടേക്ക് കൊണ്ടുവരാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ സാധിച്ചു. ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 90 കോടി രൂപ കീനാനൂർ കരിന്തളം പഞ്ചായത്തിൽ അനുവദിച്ചു. 2 അമൃത്, ഏറ്റവും പ്രധാനപ്പെട്ട കാസർഗോട്ടും പയ്യന്നൂരും 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ 32 കോടി രൂപ, 25 കോടി രൂപ അത് അനുവദിച്ച് ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിരവധി റെയിൽവേ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാൻ അദ്ദേഹത്തിന് അനുവദിച്ചു. എൻഡോസൾഫാൻ വിഷയം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് സാധിച്ചു. 50 ഡിബേറ്റുകൾ, 250ഓളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന് സാധിച്ചു. 1000 കോടി രൂപയിലധികമുള്ള വികസനം അദ്ദേഹം കൊണ്ടുവന്നു. ഇനി എന്റെ DYFI സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാം. ശ്രീ കരുണാകരൻ പോകുമ്പോ ഒരു 2.5 കോടി രൂപ വാങ്ങിക്കാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി വാങ്ങിച്ച് 19.5 കോടി രൂപ പ്ലാൻ ഫണ്ടിൽ ഈ മണ്ഡലത്തിന് ഉപയോഗിച്ച MP-യുടെ പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. PP മുസ്തഫ, അത്ര എളുപ്പമാണോ ഈ നേട്ടങ്ങളുടെ കണക്കിനെ മറികടക്കാൻ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് കേട്ടെങ്കിൽ തലചുറ്റി വീഴും. കാരണം അദ്ദേഹം പോലും അറിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ശ്രീ ബാലകൃഷ്ണൻ പറയുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടി കഴിയും? 18 കോടിയാണ് ഇദ്ദേഹം MP ആയതിനു ശേഷം. കോവിഡ് കാലത്ത് MP ഫണ്ട് ഉണ്ടായിരുന്നില്ല, അതിനുശേഷം അനുവദിച്ചത് 17 കോടിയാണ് ആകെ ചെലവഴിച്ചത്. കളക്ടറേറ്റ് രേഖ വേറെ എവിടെയും പോകണ്ട, 8 കോടിയേ ചെലവഴിച്ചിട്ടുള്ളൂ. 50% ഞാൻ വെല്ലുവിളിക്കുന്നു. VPP മുസ്തഫയെ ഞാൻ വെല്ലുവിളിക്കുന്നു. 19.5 കോടി രൂപ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെലവഴിച്ച സ്ഥലത്ത് 8 കോടി രൂപയാണ് എന്ന്
പച്ച കള്ളം പറയാണ്. ഓക്കേ. വിവരാവകാശ നമ്മൾ നിയമം ഏറ്റെടുക്കുന്നു. നിങ്ങൾക്കിത് തെളിയിക്കാം. ഇത് തെളിയിക്കാം. വിവരാവകാശ രേഖയൊന്നും വേണ്ട. ഇത് ക്യാപ്സൂളാ. ഇത് ക്യാപ്സൂൾ. എംപിയുടെ കാര്യങ്ങൾ നോക്കുന്ന ഈ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ ഓഫീസുണ്ട് കാസർഗോഡ്. അത് ക്യാപ്സ്യൂൾ അല്ല, അത് രേഖയാണ്, ഔദ്യോഗിക രേഖയാണ്. ബാലകൃഷ്ണൻ അസഹിഷ്ണുത കാണിക്കല്ല. മൈക്ക് താഴെ വെക്ക്. സംസാരിക്കുമ്പോൾ ഞങ്ങൾ സമയം തരും സാർ. ഓക്കെ, പറഞ്ഞോ. ബാലകൃഷ്ണൻ നീണ്ട പ്രസംഗം നടത്തുമ്പോൾ ഞാൻ മൈക്കെടുത്തിട്ടില്ല. ജനാധിപത്യ മര്യാദയാ. ഇന്നലെ ഈ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷിക ദിവസം അതിന്റെ ആദ്യത്തെ വാചകം ആരെയും വാദിച്ച് തോൽപ്പിക്കാനല്ല, പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടി. ബാലകൃഷ്ണൻ വാശി പിടിക്കുന്ന എല്ലാം രേഖകളാണ് നമ്മുടെ മുന്നിൽ. ഫണ്ട് 25 കോടി MP പി കരുണാകരന് കിട്ടി. അതിൽ 22.5 കോടിയും ആ 5 വർഷം കൊണ്ട് ചെലവഴിച്ചു. അതിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രപ്പോസൽ കൊടുത്ത് വെച്ചുപോയി. പിറകെ വരുന്ന, കാരണം മാർച്ച് ഏപ്രിലാണ് കൊടുക്കുക. മെയിൽ ഇലക്ഷൻ നടന്ന് പുതിയ MP വന്നു. അദ്ദേഹത്തിന്റെ കാലത്തെ അത് ചെലവഴിക്കപ്പെടുന്നു. 3 അതിനേക്കാൾ വലിയ കഴിവെന്താ? അവിടെയാണ് ദയാഭായി ഇവിടെ ഇരിക്കുന്നുണ്ട്. 200 കോടി രൂപയാണ് നബാർഡിൽ നിന്ന് കേരളത്തിൽ വേറെ ഒരു എംപിക്കും കിട്ടിയിട്ടില്ല. എൻഡോസൾഫാൻ വിക്ടിംസ് മേഖലയിൽ മാത്രം ആ MP കൊണ്ടുവന്നത്. ഇനി എംപിമാർക്ക് മാത്രം കിട്ടുന്ന മറ്റൊരു ഫണ്ടാണ് PMGSY. ആ PMGSY ഫണ്ട് സാധാരണ കേരളത്തിന് അനുവദിക്കുന്നതിന് പുറമെ 30 കോടി രൂപ ഈ കാസർഗോഡ് മണ്ഡലത്തിൽ മാത്രം. ഇങ്ങനെ MP ഫണ്ടിന് പുറമെ മറ്റെന്തെങ്കിലും ഒരു നയാ പൈസ അധികം കൊണ്ടുവരാൻ 5 വർഷം ഇരുന്നിട്ട് കഴിഞ്ഞോ? എവിടെയാ MP-യുടെ സാധ്യത തെളിയിക്കേണ്ടത്? ഇങ്ങനെ അധികാര കേന്ദ്രങ്ങളിൽ പോയി സാധാരണ റുട്ടീനായിട്ട് കിട്ടുന്ന ഫണ്ടിന് പുറമെ അധിക ഫണ്ടുകൾ കാസർഗോഡ് പോലെ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനല്ലേ 5 വർഷം ഇരുന്നിട്ട് എന്തെടുക്കാൻ കഴിഞ്ഞു? കാസർഗോഡ് മണ്ഡലത്തിന് വെളിച്ചം കൊടുത്തു എന്നാണ് പറയുന്നത്. ഹൈമാസ്ക് ലൈറ്റ് എവിടെ? ഹൈമാസ്ക് ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഹൈമാസ് ലൈറ്റ് അനുവദിച്ചു. അതിന്റെ ബാധ്യത ആർക്കാ? പഞ്ചായത്തും നഗരസഭയും സമ്മതിച്ചിട്ടാണ് ആ ലൈറ്റ് പോലും വന്നത്. നേരത്തെ എന്താ പ്രശ്നം? പി കരുണാകരൻ ഇരിക്കുമ്പോ ഇത്രയും കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ അന്ന് പഞ്ചായത്തുകളുടെ തനത് ഫണ്ടില്ല. പഞ്ചായത്തുകളുടെ തനത് ഫണ്ട് അവിടത്തേക്കുള്ള നികുതികൾ വർദ്ധിച്ചപ്പോ കൂടി. അതുകൊണ്ടാണ് കൂടുതൽ ഹൈമാസ് ലൈറ്റ് വാങ്ങിക്കാൻ 17 കോടിക്കപ്പുറം അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു 19.5 കോടി. അദ്ദേഹം പറഞ്ഞു 8 കോടി വെല്ലുവിളിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു പി കരുണാകരൻ അവിടെ വാങ്ങിക്കാൻ മറന്നുപോയി. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു പദ്ധതി ഇനാനൂർ കരിന്തളം പഞ്ചായത്തിൽ 90 കോടിയുടേത് നിഷേധിക്കാൻ സാധിക്കുമോ? അമൃത് പദ്ധതി എവിടെ തുടങ്ങി? അമൃത് പദ്ധതി ഞാൻ ഇതൊക്കെ അനുവദിപ്പിക്കാൻ തറക്കല്ലിട്ടതാ. ആ തറക്കല്ലിന്റെ മുകളിൽ 5 വർഷമായിട്ട് മറ്റൊരു കല്ല് വന്നിട്ടില്ല. നിങ്ങൾക്കറിയാലോ. ഞാൻ ചോദിക്കട്ടെ, ശ്രീ കരുണാകരന്റെ സമയത്തുള്ള പദ്ധതിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. 90 കോടി ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയതിനു ശേഷമുള്ള ഇടപെടൽ കൊണ്ടാണ്. അമൃത് പദ്ധതിയുടെ ഭാഗമായി 2 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായത് അദ്ദേഹത്തിന്റേതാണ്. 7 ഓവർ ബ്രിഡ്ജുകൾ ഇവിടെ പണിതത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതൊക്കെ പറഞ്ഞതിന് ശേഷവും അദ്ദേഹം പറയുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ 2 പ്രതിനിധികളും ഇവിടെ പറഞ്ഞത് അവരുടെ MP-മാർ, അതായത് നേരത്തെ പി കരുണാകരനും അതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും ചെയ്ത കാര്യങ്ങളാണ്. അത് സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദിജി വിഭാവനം ചെയ്യുന്ന മുദ്രാവാക്യം സബ്കി സാത്ത് സബ്കി വിശ്വാസ് എന്ന് പറയുന്നത് കൃത്യമാണ്. 2 പേരും പ്രതിപക്ഷത്ത് നിൽക്കുന്ന MP-മാരായിരുന്നു. ആ പ്രതിപക്ഷ MP-മാർ ആവശ്യപ്പെടുന്നത് മനസ്സറിഞ്ഞ് ഈ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ കാസർഗോഡിന് നൽകിയിട്ടുള്ളത് സാക്ഷ്യപത്രമാണ്. ശ്രീകാന്ത് സമ്മതിച്ചു. കേരളം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഇടപെടൽ ശ്രീകാന്ത് സമ്മതിച്ചു. ദയവായി മാം, സബ്കി സാത്ത് സബ്കാ വിശ്വാസ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പറഞ്ഞോളൂ മാം. ആ ക്യാമറ നോക്കി പറഞ്ഞോളൂ. അവകാശവാദങ്ങൾ കേട്ടു. ഇങ്ങനെയുള്ളവർക്ക് ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ മനസ്സില്ല. ഇവിടെ പറഞ്ഞു നാബാർഡ് ഫണ്ടിന്റെ കാര്യം. ഞാൻ ഇവിടെ എൻഡോസൾഫാന്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ ഇവിടെ കൊണ്ടുവരാൻ തൃശൂർ പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെന്റിൽ പോയി അവര് ഡോക്ടർമാരെല്ലാം ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഭയങ്കര പോളിറ്റിക്സ് ആണ്. അവസാനം കണ്ടുപിടിച്ചത് കരിന്തളം പഞ്ചായത്തിൽ
ആർട്സ് കോളേജ് NABARD ഫണ്ടഡ് ഫോർ പാലിയേറ്റീവ് കെയർ ബിൽഡിംഗ്. ഈ ഫണ്ട് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടായോ? ഹൗ ഡിഡ് യു യൂസ് ഇറ്റ്? ബദിയടുക്കായൽ ഒരു വലിയ വാട്ടർ ടാങ്ക് NABARD ഫണ്ടഡ്. എന്തിനാ? ഈ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പർ ഉണ്ടാക്കി ഇവരെ മുക്കിക്കൊല്ലാന്, ഈ എൻഡോസൾഫാൻകാരെ മുക്കിക്കൊല്ലാനാണോ ഈ NABARD ഫണ്ട് ഉപയോഗിച്ചിരിക്കുക? വാട്ടർ ടാങ്ക് അതുകൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അല്ല, NABARD ദുരിതബാധിതരുടെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനാണ് വാട്ടർ ടാങ്ക്. അതിയടുക്കയിലും എൻമകജയിലുമാണ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ളത്. അവിടെയാണ് ആ പഞ്ചായത്തുകളാണ് വൃത്തിയിൽ കിടക്കുന്നതാണ്. അവിടെയാണ് ആ കുടിവെള്ളം കൊടുക്കുന്നത്. അവരുടെ വീടുകളിലേക്കാണ് സൗജന്യമായിട്ട് അവിടെ അധികം വിക്ടിംസ് ഇല്ല. ഈ വാട്ടർ ടാങ്ക് കൊണ്ട് പാലിയേറ്റീവ് കെയർ ബിൽഡിംഗ് എന്ന് എഴുതിയിട്ട് അവിടെ ആർട്സ് കോളേജ് നടക്കുന്നത് എങ്ങനെ? ബദിയടുക്കയിൽ എൻഡോസൾഫാൻ എങ്ങനെയാ മേഡം പറയുന്നത്? കരിന്തളത്താണ്, അതിന്റെ തൊട്ടപ്പുറത്താണ് കിനാനൂർ കരിന്തളം പഞ്ചായത്ത്, അതിന്റെ തൊട്ടപ്പുറത്താണ് ബളാൽ പഞ്ചായത്ത്, അതിന്റെ അപ്പുറത്താണ് പണത്തടി പഞ്ചായത്ത്. ഇവിടെ നിന്നുള്ള കുട്ടികളാണ് കരിന്തളം ഗവൺമെന്റ് കോളേജിലേക്ക് വരുന്നത്. ഈ എൻഡോസൾഫാൻ വിക്ടിം ഏരിയയിലെ പണത്തടി പഞ്ചായത്ത്, കള്ളാർ പഞ്ചായത്ത്, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമുക്കിനി ചർച്ചയ്ക്ക് സമയമില്ല. അങ്ങനെ കടുത്ത പോരാട്ടത്തിനൊരുങ്ങുകയാണ് സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ്. പോരാട്ടം കടുക്കുമെന്നുറപ്പാണ്. ദയാബായി സൂചിപ്പിക്കുന്നത് പോലെ, വോട്ടർമാർ സൂചിപ്പിക്കുന്നത് പോലെ കാസർഗോഡിന്റെ ജീവിതത്തെ മാറ്റാൻ പറ്റുന്നതാവണം വിധിയെഴുത്ത്. അത് ഉണ്ണിച്ചയാണെങ്കിലും, അത് മാഷാണെങ്കിലും, അശ്വിനി ടീച്ചറാണെങ്കിലും, ഇനി ദയാബായി ടീച്ചറാണെങ്കിലും കാസർഗോഡിലെ ജനങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങൾ മാറണം. അവരുടെ ജീവിതത്തിലേക്ക് ഹൈമാസ്കിന്റെ അല്ല വികസനത്തിന്റെയും വെളിച്ചം വരണം. ഇനി വീണ്ടും എത്തും നമ്മൾ വടകരയിലും ഇനി വയനാട്ടിലുമാണ്. കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുക. കാസർഗോഡിനോട് യാത്ര പറയുന്നു. നമ്മൾ ഇനി വീണ്ടും നാളെ കണ്ടുമുട്ടും. നാളെ കണ്ടുമുട്ടുക വയനാടാണ്. പൂക്കോട് വെച്ച് നമ്മൾ കണ്ടുമുട്ടും. ചില സത്യാന്വേഷണത്തിനായി നമ്മൾ യാത്ര തിരിക്കുന്നു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നുമായിരിക്കും നാളെ വൈകുന്നേരം സയന കുരുക്ഷേത്രം പ്രേക്ഷകർക്കൊപ്പം എത്തുക. താങ്ക് യു. ഹാവ് എ ഗുഡ് വണ്ടർഫുൾ നൈറ്റ്.